അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ വിഷയം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ അത് നല്ലതാണോ? പ്രണയിച്ച് നിക്കാഹിലൂടെ വിവാഹം കഴിച്ചാൽ അത് ഹലാലാണോ? നമ്മുടെ ജീവിതം എങ്ങനെ പോവും എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രണയിച്ച് വിവാഹം കഴിക്കാമോ എന്നതിനെ കുറിച്ചാണ്. പ്രേമം എന്നത് ഹറാം അല്ല. പ്രേമം എന്നത് നമുക്ക് മനസ്സിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ്. ഇഷ്ടമാണ് പ്രേമം എന്ന് പറയുന്നത്. എങ്കിൽ ഇത് പലതരത്തിൽ നമ്മുടെ ജീവിതത്തിൽ എഫക്റ്റ് ആവുന്നുണ്ട്. അതിൽ ഹറാമും ഹലാലും ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. പ്രണയം എന്നത് പലതരത്തിൽ ആണെങ്കിലും അതിൽ ഹറാമായ പ്രണയത്തെക്കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. കഴിഞ്ഞ ദിവസം എന്നെ അറിയാവുന്ന ഒരു സഹോദരി പറഞ്ഞു, എനിക്ക് ഒരാളോട് പ്രണയമുണ്ട്, പ്രേമമുണ്ട്, എനിക്ക് അയാളെ വിവാഹം കഴിക്കാൻ താല്പര്യമാണ്. വിവാഹം കഴിക്കാൻ പറ്റുമോ? ഇസ്ലാമിക വിധി എന്താണ്? ഞങ്ങളുടെ ജീവിതം എന്തായി തീരുമോ? പടച്ച റബ്ബിന് ഇഷ്ടമുണ്ടാവുമോ? അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ അതിനുള്ളൊരു മറുപടി ഞാൻ വിചാരിച്ചു, ഇതുപോലെ ഒരുപാട് പേർക്ക് സംശയമുണ്ടാവും. അത് നമുക്ക് ഒരു വീഡിയോ ആക്കി ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടും എന്നത് അടിസ്ഥാനമാക്കി ഞാനൊരു വീഡിയോ രൂപത്തിലാക്കി ചെയ്തതാണ്. അതുകൊണ്ട് പ്രണയമുള്ളവർ ഈ വീഡിയോ ഒന്ന് കേൾക്കുക. പ്രേമം എന്നാൽ എന്ത്? അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? പലരുടെയും മനസ്സിൽ പ്രേമം എന്നാൽ നമ്മളൊരു പെണ്ണിനെ സ്നേഹിക്കുക എന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു പുരുഷനെ സ്നേഹിക്കുക എന്നതായിരിക്കും. നമ്മൾ പ്രണയം എന്ന് പറയുന്നത് ഒരു പെണ്ണിനോട് തോന്നുന്ന വിചാരങ്ങളെക്കുറിച്ചായിരിക്കും നിങ്ങൾ പ്രേമം എന്ന് പറയുന്നത്. എങ്കിൽ അത് നിങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുന്നേ നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു സ്ത്രീയെ കാണുക അല്ലെങ്കിൽ ഒരു പുരുഷനെ കാണുക, അവനോട് ഇഷ്ടം തോന്നുക, എന്നിട്ട് അവനുമായിട്ട് ഇടപഴകുക. നമുക്ക് ശാരീരിക ബന്ധം അല്ലാത്ത ഒരു ഭാര്യ ഭർത്താവ് പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു പുരുഷനോടോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോടോ നമ്മൾ ഇടപഴകുകയാണെങ്കിൽ അതിനായിരിക്കും നിങ്ങൾ പ്രേമം എന്ന് പേര് വിളിക്കുന്നത്. സ്നേഹത്തെക്കുറിച്ചായിരിക്കും പ്രേമം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു ബന്ധമാണെങ്കിൽ അത് തികച്ചും ഹറാം തന്നെയാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട ബന്ധമല്ല, റസൂൽ ഇഷ്ടപ്പെട്ട ബന്ധമല്ല. അത് ഇസ്ലാമിൽ അനുവദനീയമല്ല. കാരണം അവിടെ ഹറാമാണ് നടക്കുന്നത്. ഒരു സ്ത്രീ ഒരു പുരുഷൻ, അന്യപുരുഷൻ ഒരുമിച്ച് സംസാരിക്കുന്നത് ഇസ്ലാമിൽ അനുവദനീയമല്ല. അത് ഒരു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സംസാരിക്കുന്നത് അനുവദനീയമല്ല. ഒരു സ്ത്രീ പുരുഷൻ പരസ്പരം സ്പർശിക്കുന്നത് ഇസ്ലാമിൽ അനുവദനീയമല്ല. ഇതൊക്കെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഗൗരവമായിട്ട് തന്നെ കാണണം. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു പുരുഷനാണ്, ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ്, വിവാഹം കഴിക്കും എന്നത് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ പോലും നമ്മൾ നിക്കാഹ് കഴിക്കുന്നതിന് മുന്നേ അവർ പരസ്പരം ഇടപഴകുന്നത് കടുത്ത ഹറാമാണ്. അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുകയില്ല എന്നത് തന്നെയാണ് സത്യം. ഇതുപോലെയുള്ള പ്രേമം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക. കാരണം അത് അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. നിങ്ങൾക്ക് അത് ഒഴിവാക്കാൻ പറ്റുന്ന ബന്ധമാണെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുക. അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക. കാരണം തെറ്റുകൾ പറ്റിപ്പോകുന്നവർ, മനുഷ്യർക്ക് തെറ്റുകൾ പറ്റിപ്പോവും. അത് സ്വാഭാവികമാണ്. പ്രണയം മനസ്സിൽ നിന്ന് വരുന്നതാണ്. അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എങ്കിൽ പടച്ച റബ്ബിനോട് നമ്മൾ തൗബ ചെയ്യുക. ഈ ഒരു തരത്തിലുള്ള പ്രണയം, ഇതുപോലെ പ്രണയിച്ച് ലാസ്റ്റ് വിവാഹം ഹലാലായ രീതിയിൽ നിക്കാഹ് കഴിച്ചിട്ട് വിവാഹം കഴിക്കാമോ എന്ന് പലർക്കും സംശയമുണ്ടാകും. എങ്കിൽ നിങ്ങൾ ഇതുപോലെ വിവാഹം കഴിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്കൊരു തരത്തിലും ജീവിതത്തിൽ നിന്ന് പിന്മാറാൻ പറ്റുകയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഹലാലായ വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ശരി. എങ്കിൽ നിങ്ങൾ ഇതുപോലെ വിവാഹം കഴിക്കുന്നത് അള്ളാഹുവിന് അത്ര ഇഷ്ടമുണ്ടാവില്ല. കാരണം ഇത് ഹറാമിൽ നിന്ന് തുടങ്ങി വെച്ച ബന്ധമാണ്. നമ്മൾ ഹറാമിലൂടെ നമ്മൾ കണ്ടിഷ്ടപ്പെട്ട് അവരുമായി ഇടപഴകി, അവരുമായി സ്പർശിച്ച്, യാത്രകൾ പോയി, സംസാരിച്ച്, മണിക്കൂറുകളോളം ഫോണിൽ സംസാരിച്ച് ഇടപഴകിയിട്ടുള്ള ഒരു ബന്ധമാണ് ഇത്. ഹറാമിലൂടെയാണ് ഇത് സൃഷ്ടിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഹറാമിലൂടെ തുടങ്ങിയ ഈ ഒരു ബന്ധം നമ്മൾ നിക്കാഹ് കഴിച്ച് ജീവിക്കുകയാണെങ്കിലും അതിൽ ബറക്കത്ത് ഉണ്ടാവില്ല എന്നതാണ് ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെയുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവാത്തതാണെങ്കിൽ പിരിഞ്ഞിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയിട്ട് ഹൈറായ ജീവിതം, വീട്ടുകാർ പറയുന്ന ജീവിതം സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. വേറൊരു രീതിയിൽ ഇസ്ലാമിൽ അനുവദനീയമായ ഒരു പ്രണയ വിവാഹമുണ്ട്. അത് ഈ രൂപത്തിലാണ്. നമ്മൾ ഒരു വ്യക്തിയെ അപൂർവമായിട്ട് കാണുന്നു. നമ്മൾ ഒരു വിവാഹവേളയിൽ അല്ലെങ്കിൽ
എവിടെയെങ്കിലും നമ്മൾ പുറത്ത് കോളേജിലോ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു പുരുഷന് ഒരു സ്ത്രീയോട് സ്നേഹം തോന്നുന്നു, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് സ്നേഹം തോന്നുന്നു. ആ സ്നേഹത്തെ തോന്നുന്നതിനെക്കുറിച്ച് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത് നമുക്ക് മനസ്സിൽ നിന്ന് വരുന്ന ഒരു വികാരമാണ്. അതുകൊണ്ട് നമുക്ക് സ്നേഹം തോന്നൽ സ്വാഭാവികമാണ്. പിന്നെ സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ ആ സ്ത്രീയും ആ പുരുഷനും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. അവർക്ക് പരസ്പരം ഇഷ്ടമാണെന്ന് പോലും അറിയില്ല. എങ്കിൽ ഇഷ്ടമാണെങ്കിൽ അവർ ഒരു ബന്ധവുമില്ലാതെ അവർ ഹലാലായ മാർഗത്തിലൂടെ അത് എങ്ങനെ നമുക്ക് ഹലാലാക്കാം എന്നത് ചിന്തിച്ചുകൊണ്ട് വീട്ടുകാരോട് പറഞ്ഞ് അത് പരസ്പരം സമ്മതിപ്പിച്ച് വിവാഹത്തിലേക്ക് കൊണ്ടുവന്ന് പിന്നീട് അവർ ഒരുമിച്ച് സ്നേഹിക്കുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു ഹലാലായ മാർഗത്തിലൂടെ. ഇങ്ങനെ പ്രണയം തോന്നിയിട്ട് വിവാഹം കഴിക്കുന്നതിൽ തെറ്റില്ല. അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടും. അത് നമുക്ക് ജീവിതത്തിൽ ബറക്കത്തും കിട്ടും. നമുക്ക് ഇഷ്ടം തോന്നിയിട്ട് നമ്മൾ ഹറാമിലേക്ക് പോകുന്നില്ലല്ലോ, ഹലാല് വഴി തിരഞ്ഞെടുക്കുന്നതല്ലേ ശരി. അതുകൊണ്ട് ഇങ്ങനെ പ്രണയം തോന്നിയിട്ട് വിവാഹം കഴിക്കുന്നത് തെറ്റില്ല. വിവാഹബന്ധം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, നിസ്സാരമായ കാര്യമല്ല. നമ്മുടെ ജീവിതം മുഴുവനും നമ്മൾ ജീവിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹറാമിലൂടെ നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കുക. അതിലൂടെ ഉണ്ടാവുന്ന മക്കൾ ബറക്കത്തുള്ളതാവണമെങ്കിൽ നമ്മൾ ഹറാമിലൂടെ സെലക്ട് ചെയ്യരുത്, ഹലാലായിരിക്കണം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് തരട്ടെ. ഇതുപോലെയുള്ള തെറ്റുകളിൽ നമ്മൾ അകപ്പെട്ടു പോവാതിരിക്കട്ടെ. അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബക്കാരെയും എല്ലാം കാത്തു രക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.